വെൽക്കം ടു വൺസ്. അപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് നെറ്റ്വർക്ക് തിയറിയിലെ K2 ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻസ് ആണ്. S3യിലുള്ള പേപ്പറാണ് നെറ്റ്വർക്ക് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ആ നെറ്റ്വർക്ക് തിയറിയുടെ 3 മൊഡ്യൂൾസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ 3 മൊഡ്യൂൾസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതിൽ 4th മൊഡ്യൂളിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ഡിസംബർ 2021 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, അതിൽ 4th മൊഡ്യൂളിൻ്റെ ജസ്റ്റ് സിലബസ് നമുക്കൊന്ന് നോക്കാം. സിലബസ് എന്ന് പറയുന്നത് ആക്ച്വലി 4th മൊഡ്യൂള് നെറ്റ്വർക്ക് ഫങ്ഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. 4th മൊഡ്യൂൾ എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ഫങ്ഷൻസ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ അതിൽ ശരിക്ക് ഡ്രൈവിംഗ് പോയിന്റ് ആൻഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ, പോൾ സീറോ റെപ്രസെൻറ്റേഷൻ, ടൈം ഡൊമൈൻ റെസ്പോൺസ് ഫ്രം പോൾ സീറോ പ്ലോട്ട്, പിന്നെ ഇമ്പൾസ് ഫംഗ്ഷൻ ആൻഡ് റെസ്പോൺസ്, നെറ്റ്വർക്ക് ഫംഗ്ഷൻസ് ഇൻ ദ സൈനസോയിഡൽ സ്റ്റഡി സ്റ്റേറ്റ്, മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫേസ് റെസ്പോൺസ്. ഇത്രയും കാര്യങ്ങളാണ് നെറ്റ്വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്ന മൊഡ്യൂളിൽ വരുന്നത്. അപ്പോൾ നെറ്റ്വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മളൊരു നെറ്റ്വർക്കിന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എങ്ങനെ നെറ്റ്വർക്ക് ഫംഗ്ഷൻ എഴുതാം, നെറ്റ്വർക്ക് ഫംഗ്ഷൻ എങ്ങനെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആയിട്ട് എഴുതാം, അതിൻ്റെ അകത്ത് പോൾ സീറോ ലൊക്കേഷൻസ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, എന്താണ് പോൾ സീറോ ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നതിനുള്ള അഡ്വാൻറ്റേജ്, എങ്ങനെയാണ് പോൾ സീറോ റെപ്രസെൻറ്റേഷൻ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് എങ്ങനെയാണ് ടൈം ഡൊമൈൻ റെസ്പോൺസ് കണ്ടുപിടിക്കുക, ആ കാര്യങ്ങളൊക്കെയാണ് ഈ മൊഡ്യൂളുള്ളത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. പാർട്ട് എ ക്വസ്റ്റ്യൻസിൽ നമ്മൾ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അത് വളരെ ഷോർട്ട് ആൻസർ ടൈപ്പ് ആയിട്ടാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ 2 ക്വസ്റ്റ്യൻസ് നമ്മൾ നിർബന്ധമായിട്ടും ആൻസർ ചെയ്യണം. ഇത് ഒരു മൊഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതേപോലെ പാർട്ട് ബി ഉണ്ട്, അത് എസ് എ ടൈപ്പ് ആണ്. അതിൽ ഓരോ ക്വസ്റ്റ്യൻസും 14 മാർക്സിൻ്റെയാണ് ഉണ്ടാവുക. അതിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതിയാവും. അപ്പോൾ നമുക്ക് പാർട്ട് എയിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. പാർട്ട് എയിൽ ഫസ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഡിസ്ക്രൈബ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് പോൾസ് ആൻഡ് സീറോസ് ഓഫ് എ നെറ്റ്വർക്ക് ഫംഗ്ഷൻ. അപ്പോൾ നമ്മളൊരു നെറ്റ്വർക്ക് ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ച്വലി നെറ്റ്വർക്ക് ഫംഗ്ഷനെ നമ്മൾ ഇപ്പോൾ ഒരു പോൾ സീറോ റെപ്രസെൻറ്റേഷനിൽ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് S-Z1 ഇൻറ്റു S-Z2 ഇൻറ്റു S-Z3 എക്സെട്ര ടു S-Zn ഡിവൈഡഡ് ബൈ S-P1 into S-P2 into S-P3 etc. up to S-Pm. ഇങ്ങനെയായിരിക്കും നമുക്ക് ഒരു പോൾ സീറോ റെപ്രസെൻറ്റേഷൻ ആയിട്ട് നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാം. നെറ്റ്വർക്ക് ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാം. ഈ നെറ്റ്വർക്ക് ഫംഗ്ഷനിൽ നമ്മൾ ന്യൂമറേറ്ററിനെ ഇക്വേറ്റ് 0 to 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ന് നോക്കിയേ, S-Z1 ഇൻറ്റു S-Z2 ഇൻറ്റു S-Z3 എക്സെട്ര അപ് ടു S-Zn ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഒന്നുകിൽ S-Z1 ഷുഡ് ബി ഈക്വൽ ടു 0, അല്ലെങ്കിൽ S-Z2 ഷുഡ് ബി ഈക്വൽ ടു 0, അല്ലെങ്കിൽ S-Z3 ഷുഡ് ബി ഈക്വൽ ടു, അങ്ങനെ S-Zn ഷുഡ് ബി ഈക്വൽ ടു 0. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ഇക്വേഷൻ്റെ അകത്ത് നമുക്ക് എന്ത് കിട്ടും? S ഈസ് ഈക്വൽ ടു Z1. ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് കിട്ടും? S ഈസ് ഈക്വൽ ടു Z2. ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് കിട്ടും? S ഈസ് ഈക്വൽ ടു Z3. വേർ Z1, Z2, Z3 etc. up to Zn are called as zeros of the network function. അതേപോലെ നമ്മൾ ഡിനോമിനേറ്ററിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കാം. ഡിനോമിനേറ്ററിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് ന്യൂമറേറ്റർ ചെയ്ത പോലെ തന്നെ നമുക്ക് എന്ത് കിട്ടും? S-P1 ഈസ് ഈക്വൽ ടു 0 ഓർ S-P2 ഈസ് ഈക്വൽ ടു 0 ഓർ S-P3 ഈസ് ഈക്വൽ ടു 0, അങ്ങനെ S-Pm ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് കിട്ടും? S ഈസ് ഈക്വൽ ടു P1, ഇതിൻ്റെ അകത്ത് നമുക്ക് S ഈസ് ഈക്വൽ ടു P2, അടുത്തതിൻ്റെ അകത്ത് നമുക്ക് S ഈസ് ഈക്വൽ ടു P3, അങ്ങനെ ലാസ്റ്റ് നമുക്കിവിടെ S ഈസ് ഈക്വൽ ടു Pm. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? പോൾസിൻ്റെ ലൊക്കേഷൻ കിട്ടും. അപ്പോൾ ആക്ച്വലി പോൾ സീറോ റെപ്രസെൻറ്റേഷൻ്റെ അകത്ത് ഇങ്ങനെയാണ് നമ്മൾ സീറോസിനെയും പോൾസിനെയും നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഈ പോൾസും സീറോസും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പോളിൻ്റെയും സീറോൻ്റെയും ലൊക്കേഷനാണ് ആക്ച്വലി കണ്ടുപിടിക്കുന്നത്, അല്ലേ? ഇപ്പം S ഈസ് ഈക്വൽ ടു Z1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ Z1 എന്ന് പറയുന്ന ലൊക്കേഷൻ്റെ അകത്ത് എന്തുണ്ട്? ദർ എക്സിസ്റ്റ് എ സീറോ. അതേപോലെ S ഈസ് ഈക്വൽ ടു P1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം P1 എന്ന് പറയുന്ന ലൊക്കേഷനിനകത്ത് ദർ എക്സിസ്റ്റ് എ പോൾ. ഓക്കെ, അപ്പോൾ അങ്ങനെ പോൾ സീറോ ലൊക്കേഷൻ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പോൾ സീറോ ലൊക്കേഷൻ എന്തിനു വേണ്ടിയിട്ടാണ് കണ്ടുപിടിക്കുന്നത്? എന്താണ് ഈ പോൾസിൻ്റെ സീറോൻ്റെ പൊസിഷൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിൻ്റെ സ്റ്റെബിലിറ്റി അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ പോൾ സീറോ റെപ്രസെൻറ്റേഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സിസ്റ്റം സ്റ്റേബിൾ ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അതിലുള്ള ഡിഫറെൻറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് പോൾസാണ് മെയിനായിട്ട് സ്റ്റെബിലിറ്റീനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ആൾ. അതിൽ പറയുന്നത് എല്ലാ പോൾസും എസ് പ്ലെയിനിൻ്റെ ലെഫ്റ്റ് ഹാഫിലാണ് നിൽക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിനെ നമ്മൾ സ്റ്റേബിൾ എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഈ പോൾ സീറോസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, പോൾസും സീറോസും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മൾ എസ് ഡൊമൈനിൽ അല്ലെങ്കിൽ എസ് പ്ലെയിനിലേക്ക് നമ്മൾ മാർക്ക് ചെയ്യും. അപ്പോൾ എസ് പ്ലെയിനിലേക്ക് മാർക്ക് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മുടെ ആക്സിസ് ഉണ്ടാവുക. ഈ ആക്സിസിൻ്റെ അകത്ത് ഇതെന്ന് പറയുന്നത് ഇമാജിനറി ആക്സിസും ദിസ് ഈസ് റിയൽ ആക്സിസുമാണ്.
അതിൽ ഈ എസ് പ്ലെയിനിൽ ഇപ്പം നമുക്ക് രണ്ട് ഇങ്ങനെ പോൾ കിട്ടിയെന്ന് വിചാരിക്കുക, എസ് ഈസ് ഈക്വൾ ടു -4, എസ് ഈസ് ഈക്വൾ ടു -3, ഇങ്ങനെയാണ് നമുക്ക് പോൾസ് കിട്ടിയതെന്ന് വിചാരിക്കുക. അപ്പോൾ എസ് ഈസ് ഈക്വൾ ടു -4 എന്ന് പറയുന്നത് ഇവിടെയും, എസ് ഈസ് ഈക്വൾ ടു -3 എന്ന് പറയുന്നത് ഇവിടെയും, -4 നമ്മൾ ഇവിടെയാണ് മാർക്ക് ചെയ്യുക അല്ലേ. അപ്പോൾ ആക്ച്വലി ഈ പോൾസിനെ മാർക്ക് ചെയ്തിരിക്കുന്നത് എസ് പ്ലെയിനിൻ്റെ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ, ലെഫ്റ്റ് ഹാഫിലാണെങ്കിൽ, അപ്പോൾ ഇതാണ് ലെഫ്റ്റ് ഹാഫ് എന്ന് പറയുന്നത്, ഇപ്പുറമുള്ളതാണ് റൈറ്റ് ഹാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ലെഫ്റ്റ് ഹാഫിലാണ് നമുക്ക് എസ് പ്ലെയിനിൻ്റെ അകത്ത് പോൾസിനെ മാർക്ക് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ അങ്ങനെയുള്ള സിസ്റ്റം എന്ന് പറയുന്നത് എന്തായിരിക്കും? ദ സിസ്റ്റം വിൽ ബി സ്റ്റേബിൾ. If the poles are in the left half of S plane, the system is said to be stable. ഇനി നമ്മളിപ്പം പോൾസ് നമുക്ക് കിട്ടുന്ന സമയത്ത് നമുക്ക് കിട്ടിയ പോൾ എന്ന് പറയുന്നത് ഇപ്പോൾ എസ് ഈസ് ഈക്വൾ ടു 4, അതേപോലെ എസ് ഈസ് ഈക്വൾ ടു 3, ഇങ്ങനെയാണെങ്കിൽ നമ്മൾ പോൾസ് എവിടെയാണ് മാർക്ക് ചെയ്യുക? റൈറ്റിലായിരിക്കും. എസ് ഈസ് ഈക്വൾ ടു 3, എസ് ഈസ് ഈക്വൾ ടു 4 എന്ന് പറയുന്ന പോയിന്റ്സ് ഇതായിരിക്കും. റൈറ്റ് ഹാഫ് ഓഫ് ദ എസ് പ്ലെയിനിലാണ് പോൾസ് എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ദ സിസ്റ്റം ഈസ് സെറ്റ് ടു ബി അൺസ്റ്റേബിൾ. അപ്പോൾ എസ് പ്ലെയിൻ്റെ ലെഫ്റ്റിലാണ് പോൾസ് ഉള്ളെങ്കിൽ സ്റ്റേബിളും, എസ് പ്ലെയിൻ്റെ റൈറ്റിലാണ് പോൾസ് ഉള്ളെങ്കിൽ അത് അൺസ്റ്റേബിൾ. അങ്ങനെ ഒരു സിസ്റ്റം അൺസ്റ്റേബിളും ആയിരിക്കും. ഇനി ലെഫ്റ്റിലും റൈറ്റിലും അല്ല, ഇമാജിനറി ആക്സിസിലാണ് നമുക്ക് പോൾ കിട്ടുന്നത് വിചാരിക്കാം. ഇമാജിനറി ആക്സിസിൽ തന്നെ നമുക്ക് പോൾസിനെ കിട്ടുകയാണെന്ന് വിചാരിക്കാം. ഇമാജിനറി ആക്സിസിലാണെങ്കിൽ നമുക്ക് പോൾസിനെ കിട്ടുന്നതെങ്കിൽ ആ പോൾ ഒരു സിംഗിൾ പോളാണ് ഇമാജിനറി ആക്സിസിൽ കിട്ടുന്നതെങ്കിൽ അങ്ങനെയുള്ള സിസ്റ്റത്തിന് നമ്മൾ എന്ത് പറയും? മാർജിനറി സ്റ്റേബിൾ എന്ന് പറയും. മാർജിനലി സ്റ്റേബിൾ. അപ്പോൾ സ്റ്റേബിൾ പറഞ്ഞു, ഫസ്റ്റ് ലെഫ്റ്റിലാണ് പോൾസ് എങ്കിൽ സ്റ്റേബിൾ, റൈറ്റിലാണ് പോളെങ്കിൽ അൺസ്റ്റേബിൾ, അതേപോലെ ഇമാജിനറി ആക്സിസിലാണ് പോൾ ഇരിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ മാർജിനലി സ്റ്റേബിൾ എന്ന് പറയും. അങ്ങനെ ഒരു സിസ്റ്റത്തെ നമ്മൾ മാർജിനലി സ്റ്റേബിൾ എന്ന് പറയും. ഇനി ഇമാജിനറി ആക്സിസിൽ തന്നെ മൾട്ടിപ്പിൾ പോൾസ് ഉണ്ടെങ്കിൽ, ഇമാജിനറി ആക്സിസിൽ തന്നെ മൾട്ടിപ്പിൾ പോൾസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് സിസ്റ്റം ഈസ് സെറ്റ് ടു ബി അൺസ്റ്റേബിൾ. മൾട്ടിപ്പിൾ പോൾസ് എക്സിസ്റ്റഡ് ഇമാജിനറി ആക്സിസ്, ദെൻ ദ സിസ്റ്റം ഈസ് അൺസ്റ്റേബിൾ. ഇനി അതേപോലെ ഈ പോൾസ് ഇമാജിനറി ആക്സിസിന് ലെഫ്റ്റ് സൈഡിലേക്ക് എത്രത്തോളം വരുന്നോ അതിനനുസരിച്ച് സിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി ഇംപ്രൂവ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പോൾസിനെ പറ്റി നമുക്ക് പോൾ സീറോ റെപ്രസെൻറ്റേഷനിൽ പോൾസിൻ്റെ സിഗ്നിഫിക്കൻസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. സ്റ്റെബിലിറ്റി അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോൾ സീറോ ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്നത്. അതിൽ എല്ലാ പോൾസും ലെഫ്റ്റിലാണെങ്കിൽ നമ്മൾ ആ സിസ്റ്റത്തിനെ സ്റ്റേബിൾ എന്ന് പറയും, പോൾസ് റൈറ്റിലാണെങ്കിൽ സിസ്റ്റം അൺസ്റ്റേബിൾ ആണെന്ന് പറയാം. അതേപോലെ പിന്നെ പോൾസ് ഇമാജിനറി ആക്സിസ് എങ്ങനെയാണ്? മാർജിനറി സ്റ്റേബിൾ, ഇമാജിനറി ആക്സിസിൽ മൾട്ടിപ്പിൾ പോൾസ് വരുന്നുണ്ടെങ്കിൽ അൺസ്റ്റേബിൾ, ലെഫ്റ്റിലേക്ക് പോകുന്നതിനനുസരിച്ച് ദ സിസ്റ്റം സ്റ്റെബിലിറ്റി ഇംപ്രൂവ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ സിഗ്നിഫിക്കൻസ് പറയുന്ന സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട പോയിന്റ്സ്. നെക്സ്റ്റ് വരുന്നത് റൈറ്റ് ദ നെസസറി കണ്ടീഷൻ ഫോർ ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. അപ്പോൾ ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആവണമെങ്കിൽ, ഒരു ഫംഗ്ഷൻ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആവണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് ഫംഗ്ഷൻ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആവണമെങ്കിൽ എന്തൊക്കെയാണ് നെസസറി കണ്ടീഷൻസ് എന്നാണ് പറയുന്നത്. അതിൽ എന്തൊക്കെയാണ് നെസസറി കണ്ടീഷൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ന്യൂമറേറ്റർ ഉണ്ടാവും, അതേപോലെ തന്നെ ഡിനോമിനേറ്റർ ഉണ്ടാവും. ഇതായിരിക്കും നമ്മുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അതിൽ ഈ ന്യൂമറേറ്ററിൽ ഉള്ള കോഎഫിഷ്യൻസ് എന്ന് പറയുന്നതും ഡിനോമിനേറ്ററിലുള്ള ആൾക്കാരുടെ കോഎഫിഷ്യൻസ് എന്ന് പറയുന്നതും എന്തായിരിക്കണം? റിയൽ ആയിരിക്കണം. കൂടാതെ ഡിനോമിനേറ്ററിലുള്ള കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത് മസ്റ്റായിട്ടും പോസിറ്റീവ് കോഎഫിഷ്യൻസ് ആയിരിക്കണം. അതാണ് ഫസ്റ്റ് പോയിന്റ്. എന്താണ്? നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷനെ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും വരുന്ന ടേംസിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് മസ്റ്റായിട്ടും റിയൽ ആയിരിക്കണം. ഓക്കെ, രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിൽ വരുന്ന കോഎഫിഷ്യൻസ് എല്ലാം പോസിറ്റീവ് കോഎഫിഷ്യൻസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ അതിനെ ട്രാൻസ്ഫർ ഫംഗ്ഷനായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. Next, the poles and zeros, if complex or imaginary, must occur in conjugate pair. ഇപ്പം നമുക്കൊരു പോളോ സീറോ നമ്മൾ കണ്ടുപിടിക്കുകയാണെന്ന് വിചാരിക്കാം. ആ കണ്ടുപിടിച്ച പോളോ സീറോ എന്ന് പറയുന്നത് റിയൽ അല്ല, കോംപ്ലക്സ് അല്ലെങ്കിൽ ഇമാജിനറി ആണെങ്കിൽ അത് കോൺജുഗേറ്റ് പെയറിലായിരിക്കണം എക്സിസ്റ്റ് ചെയ്യേണ്ടത്. അതായത് ഇപ്പം നമ്മളൊരു പോള് കൺസിഡർ ചെയ്തു, നമുക്കൊരു പോള് കിട്ടി. ആ പോളിൽ കിട്ടിയത് ഇങ്ങനെയാണ്, a+jb എന്ന് പറയുന്നത്, അല്ലെങ്കിൽ -a+jb എന്ന് പറയുന്ന രീതിയിലാണ് നമുക്ക് പോൾ ലൊക്കേഷൻ കിട്ടിയത്. അപ്പം -a+jbയിൽ ഒരു പോൾ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും -a-jbയിലും ഒരു പോൾ ഉണ്ടായിരിക്കണം. അതായത് പോൾസ് ഷുഡ് എക്സിസ്റ്റ് ഇൻ കോൺജുഗേറ്റ് പെയർ. പോൾസ് മാത്രമല്ല സീറോസ് ആണെങ്കിലും ഇങ്ങനെ കോംപ്ലക്സ് ആണ് കിട്ടുന്നതെങ്കിൽ അത് എന്തായിട്ട് വരണം? അത് കോൺജുഗേറ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യണം. ഓക്കെ, അത് മസ്റ്റാണ്. ഒരു സിസ്റ്റത്തിനെ റിയലിസ്റ്റിക് ആയിട്ട് അപ്രോച്ച് ചെയ്യണമെങ്കിൽ പോൾസ് ഇമാജിനറി പോൾസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോംപ്ലക്സ് പോൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കോൺജുഗേറ്റ് പെയർസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. നെക്സ്റ്റ് പോയിന്റ് വരുന്നത്
the real part of poles must be negative or 0. If the real part is 0, then that pole must be simple. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പോൾസിൻ്റെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് ആ കോഎഫിഷ്യൻ്റ് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഒരു പോള് കൺസിഡർ ചെയ്യുന്നു. ആ പോൾ എന്ന് പറയുന്നത് ഇപ്പം A+JB എന്ന് പറയുന്നതാണ് പോൾ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ നമുക്കൊരു പോള് കിട്ടുകയാണെങ്കിൽ ആ പോളിൻ്റെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് ഈ റിയൽ പാർട്ട് എന്ന് പറയുന്നത് A ആണല്ലോ, അതൊന്നുകിൽ -A ആയിരിക്കണം, അല്ലെങ്കിൽ റിയൽ പാർട്ട് ഉണ്ടാവാൻ പാടില്ല. കാരണം -A ആണെങ്കിൽ മാത്രമേ നമുക്ക് ആ പോളിനെ എവിടെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മളെ ലെഫ്റ്റിൽ എസ് പ്ലെയിൻ്റെ ലെഫ്റ്റിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എസ് പ്ലെയിൻ്റെ ലെഫ്റ്റിൽ റെപ്രസെൻറ്റ് ചെയ്താൽ മാത്രമേ സിസ്റ്റത്തിന് സ്റ്റെബിലിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ ദ റിയൽ പാർട്ട് ഷുഡ് ബി ഐദർ നെഗറ്റീവ് ഓർ 0. ഇനിയിപ്പോൾ അഥവാ A = 0 ആണെങ്കിൽ ബാക്കി എന്താ ഉണ്ടാവുക, ജെ ബീറ്റ എന്ന് പറയുന്നത് ഇമാജിനറി ആക്സിസിലാണല്ലോ. ഇമാജിനറി ആക്സിസിലായിരിക്കുന്നതെങ്കിൽ ആ ഒരൊറ്റ പോളേ ഉണ്ടാവാൻ പാടുള്ളൂ, മൾട്ടിപ്പിൾ പോൾസ് ഉണ്ടാവാൻ പാടില്ല. മൾട്ടിപ്പിൾ പോൾസ് ഇമാജിനറി ആക്സിസിലുണ്ടെങ്കിൽ സിസ്റ്റം എന്താവും, വീണ്ടും അൺസ്റ്റേബിൾ ആവും. നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ദ പോളിനോമിയൽ ഡി ഓഫ് എസ് മെ നോട്ട് have any missing terms between that of highest and lowest degree unless all even or odd terms are missing. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിനോമിനേറ്റർ, ഇപ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്റർ എഴുതിയല്ലോ. അപ്പോൾ ഡിനോമിനേറ്ററിൽ ഒരു ഹയസ്റ്റ് ഡിഗ്രി S⁵ ഉണ്ട് എന്ന് വിചാരിക്കുക. S⁵ ഉണ്ടെങ്കിൽ S⁴ ഉണ്ടാവണം, S⁵ ഉണ്ടാവണം, S⁵ ഉണ്ടാവണം, S⁴ ഉണ്ടാവണം, S⁴ ഉണ്ടാവണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ ടേമും അവിടെ മിസ്സിംഗ് ആയിട്ട് ഉണ്ടാവാൻ പാടില്ല. ഇനി അഥവാ മിസ്സിംഗ് ഉണ്ടെങ്കിൽ ഇപ്പം S⁵ കഴിഞ്ഞിട്ട് S⁴ ഇല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈവൻ ടേംസ് കംപ്ലീറ്റ് മിസ്സിംഗ് ആയിരിക്കണം. അല്ലാതെ ഇടയ്ക്ക് ഈവൻ ടേം ഉണ്ടാവാതിരിക്കുക, അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഇപ്പോൾ ഡിനോമിനേറ്ററിൽ നമ്മൾ ഇപ്പോൾ S⁵ കഴിഞ്ഞിട്ട് S⁴ ഇല്ല, S⁴ ഇല്ലെങ്കിൽ S⁵, S⁵ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അല്ലെങ്കിൽ എന്ത് വേണം, ഹയസ്റ്റ് ഡിഗ്രി S⁵ ആണെങ്കിൽ ലോവസ്റ്റ് ഡിഗ്രി വരെയുള്ള എല്ലാ ടേംസും എവിടെ ഉണ്ടായിരിക്കണം, ഡിനോമിനേറ്ററിൽ ഉണ്ടായിരിക്കണം. ന്യൂമിനേറ്ററിൽ അത് നിർബന്ധമില്ല, ഡിനോമിനേറ്ററിൽ അത് നിർബന്ധമാണ്. ഓക്കെ, സോ അതാണ് 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി 5ാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത് ദ പോളിനോമിയൽ n of s may have terms missing between the terms of lowest and highest degree and some of the coefficient may be negative. അപ്പോൾ നമ്മൾ പറഞ്ഞു ഡിനോമിനേറ്ററിൻ്റെ അകത്തുള്ള കോഎഫിഷ്യൻറ്റ്, ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിൻ്റെ അകത്തുള്ള കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത് എന്തായാലും റിയൽ ആയേ പറ്റുള്ളൂ. പക്ഷേ ഡിനോമിനേറ്ററിൻ്റെ അകത്തുള്ള കോഎഫിഷ്യൻ എന്ന് പറയുന്നത് മസ്റ്റ് ആയിട്ടും പോസിറ്റീവ് ആയിരിക്കണം. ഒറ്റ ടേമും മിസ്സിംഗ് ഉണ്ടാവാൻ പാടില്ല. ന്യൂമറേറ്ററിന് ഈ കണ്ടീഷൻസ് ഒന്നുമില്ല. ന്യൂമറേറ്ററിൽ എന്തുണ്ടാവാം, ന്യൂമറേറ്ററിൽ മിസ്സിംഗ് ടേം ഉണ്ടാവാം, ന്യൂമറേറ്ററിൽ എന്തുണ്ടാവാം, ന്യൂമറേറ്ററിൽ നെഗറ്റീവ് ടേംസ്, നെഗറ്റീവ് കോഎഫിഷ്യൻസ് വരാം, അതൊന്നും വിഷയമല്ല. പക്ഷേ ഡിനോമിനേറ്ററിൻ്റെ കാര്യത്തിൽ കുറേ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ് പറയുന്നത്. നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് the degree of numerator may be small as 0 independent of the degree of denominator. ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 0 വരെ വരാം. ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രീൻ്റെ അകത്ത് ഒറ്റ കണ്ടീഷനെ പ്രശ്നമുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ വോൾട്ടേജ് ആൻഡ് കറന്റ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ദ മാക്സിമം ഡിഗ്രി ഓഫ് n of s ഈസ് ദ ഡിഗ്രി ഓഫ് d of s. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വോൾട്ടേജ് ആൻഡ് കറന്റ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ് നമ്മൾ എഴുതുന്നതെങ്കിൽ ഇപ്പം ന്യൂമറേറ്ററിൽ നമുക്കിപ്പം ഡിനോമിനേറ്ററിൽ S⁵ ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പം ന്യൂമറേറ്ററിൽ S⁵ വരെയുള്ള ടേംസ് മാത്രമേ വരാൻ പാടുള്ളൂ. S⁶ എന്ന് പറയുന്ന ടേം അവിടെ എക്സിസ്റ്റ് ചെയ്യാൻ പാടില്ല. ഒന്നുകിൽ S⁵ അല്ലെങ്കിൽ അതിൽ താഴേക്കുള്ള ടേംസ് മാത്രമേ ന്യൂമറേറ്ററിൽ ഉണ്ടാവാൻ പാടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഇംപിഡൻസോ അല്ലെങ്കിൽ അഡ്മിറ്റൻസോ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ, നമ്മളിപ്പം വോൾട്ടേജ് ഓർ കറണ്ട് ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിക്കുന്ന സമയത്താണ് ഈ കണ്ടീഷൻ ഉള്ളത്. ഇനി ഇംപിഡൻസ് ഓർ അഡ്മിറ്റൻസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിനേക്കാൾ 1 വരെ കൂടുതലാവാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ S⁵ ഉണ്ടെങ്കിൽ മോളിൽ S⁶ വരെ വരാം, അതിൽ കൂടുതൽ വരാൻ പാടില്ല. അപ്പോൾ ഇത്രയും കണ്ടീഷൻസ് ആണ് നമ്മളെ ട്രാൻസ്ഫർ ഫംഗ്ഷനിൽ നെസസറി കണ്ടീഷൻ ഫോർ ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ടു എക്സിസ്റ്റ്. അപ്പോൾ ഇത്രയും കണ്ടീഷൻസ് ഉണ്ട്. അത് ജസ്റ്റ് സ്റ്റെബിലിറ്റിയുമായിട്ട് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞു വരുന്നത്. ഓരോ കേസിലും സ്റ്റെബിലിറ്റിനെ എങ്ങനെ ബാധിക്കുന്നു അതിനനുസരിച്ചാണ് എല്ലാ കണ്ടീഷനും പറയുന്നത്. അതിൽ ജസ്റ്റ് പോയിന്റ്സ് എന്ന് പറയുകയാണെങ്കിൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഉള്ള കോഎഫിഷ്യൻസ് എല്ലാം റിയൽ ആയിരിക്കണം, ഡിനോമിനേറ്ററിൻ്റെ കോഎഫിഷ്യൻസ് എല്ലാം പോസിറ്റീവ് ആയിരിക്കണം, ന്യൂമറേറ്ററിൻ്റെ കോഎഫിഷ്യൻറ്റ് നെഗറ്റീവ് വന്നാൽ കുഴപ്പമില്ല. അതേപോലെ ഡിനോമിനേറ്ററിൽ എല്ലാ പവേഴ്സും എക്സിസ്റ്റ് ചെയ്യണം. ഈവൻ പവേഴ്സ് ഒന്ന് മിസ്സിംഗ് ആണെങ്കിൽ എല്ലാ പവേഴ്സും മിസ്സിംഗ് ആയിരിക്കണം. ന്യൂമറേറ്ററിൽ അങ്ങനത്തെ പ്രശ്നമില്ല. പിന്നെ പോൾ ഉണ്ടെങ്കിൽ ആ പോള് എങ്ങനെയായിരിക്കണം, റിയൽ പാർട്ട് നെഗറ്റീവ് ആയിരിക്കണം. റിയൽ പാർട്ട് ഇല്ല എങ്കിൽ സിംഗിൾ പോളായിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ കോംപ്ലക്സ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ കോൺജുഗേറ്റ് പെയേഴ്സ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ സ്റ്റെബിലിറ്റി അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്.
ഇനി നമ്മൾ പാർട്ട് ബിയിലെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻ, പാർട്ട് ബിയിൽ 2 ക്വസ്റ്റ്യൻ ആണുള്ളത്. രണ്ടും 14 മാർക്സിനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതിയാവും. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാ, ഡ്രോ ദ പോൾ സീറോ ഡയഗ്രാം ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻ ആൻഡ് ഡെഡ്യൂസ് ദ ടൈം ഡൊമൈൻ റെസ്പോൺസ് ഫ്രം ഇറ്റ്. അപ്പോൾ നമ്മൾ എസ് ഡൊമൈനിലുള്ള ഒരു വോൾട്ടേജ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ വി ഓഫ് എസ് ഇവിടെ തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ പോൾ സീറോ ഡയഗ്രാം വരയ്ക്കാനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പോൾ സീറോ എവിടെയൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് വരയ്ക്കാൻ പറഞ്ഞു. പിന്നെ അതിൻ്റെ അകത്ത് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ടൈം ഡൊമൈൻ റെപ്രസെൻറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഓഫ് ടി ഇതിൻ്റെ അകത്ത് കണ്ടുപിടിക്കണം. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ പോൾ സീറോ റെപ്രസെൻറ്റേഷൻ ഞാൻ പറഞ്ഞു. പോൾ സീറോ റെപ്രസെൻറ്റേഷൻ വരച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് പോൾസ് കിട്ടുക, എങ്ങനെയാണ് നമ്മൾ സീറോസ് കണ്ടുപിടിക്കുക എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഇതിന് നമുക്ക് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ആക്കിയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അതിൽ ന്യൂമറേറ്ററിനെ നമ്മൾ സീറോയ്ക്ക് ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ന്യൂമറേറ്ററിനെ സീറോയ്ക്ക് ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സീറോസ് കിട്ടും. അതേപോലെ ഡിനോമിനേറ്ററിനെയാണ് നമ്മൾ സീറോസിന് ഇക്വേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? പോൾസ് കിട്ടും. ഓക്കെ, അപ്പോൾ ന്യൂമറേറ്ററിനെ നമ്മളൊന്ന് സീറോയ്ക്ക് ഇക്വേറ്റ് ചെയ്ത് നോക്കിയേ, എന്തൊക്കെയാണ് കിട്ടുക? എസ് പ്ലസ് ത്രീ ഇൻറ്റു എസ് പ്ലസ് 5 ഈസ് ഈക്വൽ ടു 0. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഒന്നുകിൽ ഇതിൽ ഈ രണ്ടിനെ മൾട്ടിപ്ലിക്കേഷൻ 0 ആവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഇത് 0 ആവണം, അല്ലെങ്കിൽ ഇത് 0 ആവണം. ദാറ്റ് ഇംപ്ലൈസ് എസ് പ്ലസ് 3 ഷുഡ് ബി 0 ഓർ എസ് പ്ലസ് 5 ഷുഡ് ബി 0. അപ്പോൾ എസ് പ്ലസ് 3 0 ആണെങ്കിൽ എസ് ഈസ് ഈക്വൽ ടു -3, എസ് പ്ലസ് 5 ആണ് 0 ആണെങ്കിൽ എസ് ഈസ് ഈക്വൽ ടു -5. സോ എസ് ഈസ് ഈക്വൽ ടു -3 ആൻഡ് എസ് ഈസ് ഈക്വൽ ടു -5. ദീസ് ആർ ദ ലൊക്കേഷൻ ഫോർ സീറോസ് അല്ലേ? ന്യൂമറേറ്ററിനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് സീറോസ് കിട്ടുക. ഇനി നമുക്ക് പോൾസ് കിട്ടണം എന്ന് വിചാരിക്കുക. പോൾസ് ആണ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്യണം. ഡിനോമിനേറ്റർ എന്താണ്? എസ് ഇൻറ്റു എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 4 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഡിനോമിനേറ്ററിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എന്തൊക്കെ കണ്ടീഷൻ കിട്ടും? ഒന്ന്, എസ് ഈസ് ഈക്വൽ ടു 0, അല്ലെങ്കിൽ എസ് ഈസ് ഈക്വൽ ടു എസ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0, അല്ലെങ്കിൽ എസ് പ്ലസ് 4 ഈസ് ഈക്വൽ ടു 0. എസ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അത് തന്നെ. എസ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എസ് ഷുഡ് ബി -1. എസ് പ്ലസ് 4 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ഈസ് ഈക്വൽ ടു -4. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് പോൾസിൻ്റെ ലൊക്കേഷനാണ് നമുക്കിപ്പോൾ കിട്ടിയത്. ഏതൊക്കെയാണ്? 0, -1, -4. ഈ ലൊക്കേഷനിലാണ് എന്തുള്ളത്? പോൾസ്. അപ്പോൾ പോൾസിൻ്റെയും സീറോസിൻ്റെയും ലൊക്കേഷൻസ് നമുക്ക് കിട്ടി. പോൾസ് അറ്റ് 0, -1 ആൻഡ് -4, സീറോസ് അറ്റ് -3 ആൻഡ് -5. അപ്പോൾ ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പോൾ സീറോ പ്ലോട്ട് വരയ്ക്കാം അല്ലേ? പോൾ സീറോ പ്ലോട്ട് വരയ്ക്കാം. അപ്പോൾ എല്ലാ പോൾസും സീറോസും എക്സിസ്റ്റ് ചെയ്യുന്ന എവിടെയാണ്? നെഗറ്റീവിലാണ് അല്ലേ? നമ്മുടെ കിട്ടിയ വാല്യൂസ് എല്ലാം നോക്കിയേ, 0, -1, -4, -3, -5 എല്ലാം നെഗറ്റീവിലാണ്. അപ്പോൾ എല്ലാം നെഗറ്റീവ് ആക്സിസ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. നെഗറ്റീവ് ആക്സിസിൽ നമ്മൾ ഇതാണ് നമ്മുടെ നെഗറ്റീവ് ആക്സിസിൽ സോ ദിസ് ഈസ് ദ 0 ലൊക്കേഷൻ. എവിടെയൊക്കെയാണ് പോൾസ് ഉള്ളത്? പോൾസിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക? പോൾസിനെ നമ്മൾ ക്രോസ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും, സീറോസിനെ നമ്മൾ ഇതുപോലെ റെപ്രസെൻറ്റ് ചെയ്യും അല്ലേ? അപ്പോൾ നമ്മൾ നോക്കിയ ലൊക്കേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കിയേ. 0ലും -1ലും -4ലും എന്തുണ്ട്? പോൾസ് ഉണ്ട് അല്ലേ? അപ്പോൾ അതിൽ റെഡിൽ വരയ്ക്കാം. ഇവിടെ ഒരു പോളുണ്ട്, പിന്നെ -1ലൊരു പോളുണ്ട്, പിന്നെ -4ലാണ് ഒരു പോൾ ഉള്ളത്. ഇങ്ങോട്ടേക്ക് വരയ്ക്കാം. So the next pole exists at -4. So this is 0, this is -1, this is -4. ഇനി സീറോസ് എക്സിസ്റ്റ് ചെയ്യുന്ന എവിടെയൊക്കെയാണെന്ന് നോക്കിയേ. സീറോസ് എക്സിസ്റ്റ് അറ്റ് -3 ആൻഡ് -5. -3 എന്ന് പറയുന്നത് ഇവിടെ ആയിട്ട് വരും അല്ലേ? അപ്പോൾ ഇവിടെ ഒരു 0 ദാറ്റ് ഈസ് -3, പിന്നെ ഇവിടെ ഒരു 0 ദാറ്റ് ഈസ് -5. ഇതാണ് നമുക്കിപ്പോൾ കിട്ടിയ ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ പോൾ സീറോ റെപ്രസെൻറ്റേഷൻ. ഓക്കെ, പോൾ സീറോ റെപ്രസെൻറ്റേഷൻ വരയ്ക്കാൻ പറഞ്ഞു. പിന്നെ നമ്മളോട് എന്ത് പറഞ്ഞു? വി ഓഫ് എസിൻ്റെ അകത്ത് വി ഓഫ് ടി കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഈ പോൾ സീറോ പ്ലോട്ടിൽ നിന്ന് കണ്ടുപിടിക്കാം? നമുക്ക് വി ഓഫ് എസ് അറിയാമെങ്കിൽ ഈ വി ഓഫ് എസിനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റിയ രീതിയിൽ എഴുതണം. ആക്ച്വലി അത് മൾട്ടിപ്പിൾ ഫോമിലാണ് ഉള്ളത്. അതിനെ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്തിട്ട് വി ഓഫ് എസ് ഷുഡ് ബി റെപ്രസെൻറ്റഡ് ആസ് എ ബൈ എസ് പ്ലസ് ബി ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1
പ്ലസ് സി ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 4. ഇങ്ങനെയാക്കി എഴുതണം. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എൻ്റെയും ബിൻ്റെയും സിൻ്റെയും വാല്യൂ കിട്ടുകയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് വി ഓഫ് ടി എഴുതാം അല്ലേ. അപ്പോൾ എൻ്റെയും ബിൻ്റെയും സിൻ്റെയും വാല്യൂ നമുക്ക് എന്തിൻ്റെ അകത്ത് നിന്ന് കണ്ടുപിടിക്കാം? ഈ പോൾ സീറോ റെപ്രസെൻറ്റേഷൻ്റെ അകത്ത് നിന്ന് കണ്ടുപിടിക്കാം. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് നമ്മൾ എയുടെ വാല്യൂസ് ആണ് കണ്ടുപിടിക്കുന്നതെന്ന് വിചാരിക്കാം. സോ ഹിയർ എ വാല്യൂ. അപ്പോൾ എ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ എ വാല്യൂയുടെ ഫോർമുല എന്ന് പറയുന്നത് h into phasor product from zeros to a എന്ന് പറയുന്ന ഏതിൻ്റെ കോഎഫിഷ്യൻ്റാ? എസിൻ്റെ കോഎഫിഷ്യൻ്റാണ്. സോ zeros to s is equal to 0 divided by phasor product from poles to s is equal to 0. അപ്പോൾ ഇതാണ് നമുക്ക് കോഎഫിഷ്യൻ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ ഫേസർ പ്രൊഡക്റ്റ് ഫ്രം ഓൾ സീറോസ് ടു എസ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ശരിക്ക് എസ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ലൊക്കേഷനിലേക്ക് ബാക്കിയുള്ള എല്ലാ 0 ലൊക്കേഷനിലും ഉള്ള ഫേസർ പ്രൊഡക്റ്റ് ആദ്യം കണ്ടുപിടിക്കണം. ഡിനോമിനേറ്ററിൽ നോക്കിയേ, ഫേസർ പ്രൊഡക്റ്റ് ഫ്രം ഓൾ പോൾസ് ടു എസ് ഇസ് ഈക്വൽ ടു 0. എല്ലാ പോളിൻ്റെ അകത്തുനിന്നും എസ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ലൊക്കേഷൻ്റെ അടുത്തേക്കുള്ള ഫേസർ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണം. ആൻഡ് എച്ച് ഈസ് ദ കോൺസ്റ്റൻറ്റ് ഗിവൺ ഇൻ ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. അപ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കോൺസ്റ്റൻസ് ഒന്നുമില്ല അല്ലേ. എച്ചിൻ്റെ വാല്യൂ ആക്ച്വലി 1 ആണ്. ഇപ്പോൾ നേരെ കുറച്ച് ഇവിടെ 10 ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എഴുതാം എച്ചിൻ്റെ വാല്യൂ 10 ആണ്. അപ്പോൾ നമ്മുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ അകത്ത് കോൺസ്റ്റൻസ് ഇല്ല. സോ എച്ച് വാല്യൂ ഈസ് 1. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഫേസർ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാം. സോ എ ഈസ് ഈക്വൽ ടു എച്ച് വാല്യൂ ഈസ് 1. ഇനി ഫേസർ പ്രൊഡക്റ്റ് ഫ്രം ഓൾ സീറോസ് ടു എസ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ എസ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ലൊക്കേഷനാണ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇത് അവിടെ മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് എല്ലാ സീറോസും, എവിടേക്കാണ് സീറോസ് ഇരിക്കുന്നത്? ഇവിടെ ഒരു 0 ഉണ്ട്, ഇവിടെ ഒരു 0 ഉണ്ട് അല്ലേ. അതിൽ ഫസ്റ്റ് 0 ഇരിക്കുന്നത് -3ലാണ്. അപ്പോൾ അതിനെ ആദ്യം കൺസിഡർ ചെയ്യുക. ഇയാളും ഇയാളും തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കുക. എത്രയാ? ഇയാളും തമ്മിലുള്ള ഡിസ്റ്റൻസ് 3 ആണ്. സോ 3 ആദ്യം എഴുതുക. നമ്മൾ ഈ പോയിന്റിലേക്കുള്ള ഫേസർ പ്രൊഡക്റ്റ് ആണ് കാണേണ്ടത്. അപ്പോൾ ഈ പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ആൾക്കാരെ മുഴുവൻ ഫേസർ ആംഗിൾ നമ്മൾ എന്തായിട്ട് എടുക്കുക? -180 ഡിഗ്രി ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇയാളുടെ ലെഫ്റ്റ് സൈഡിലല്ലേ ഈ 0 ഇരിക്കുന്നത്, അതുകൊണ്ട് -180. കഴിഞ്ഞില്ല, ഫേസർ പ്രൊഡക്റ്റ് ആണ് പറയുന്നത്. ഇതിപ്പോൾ നമ്മൾ ഒരു 0 എന്നുള്ള ഫേസർ പ്രൊഡക്റ്റേ കണ്ടുള്ളൂ. ഒരു 0 എന്നുള്ള ഫേസർ മാത്രമേ കണ്ടുള്ളൂ. ഇനി രണ്ടാമത്തെ 0 എന്നുള്ള ഫേസർ കാണും. രണ്ടാമത്തെ 0 ഏതാ? രണ്ടാമത്തെ 0 എന്ന് പറയുന്നത് -5ലായിരിക്കുന്നത്. -5ഉം 0യും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാ? -5ഉം 0യും തമ്മിലുള്ള ഡിസ്റ്റൻസ് 5. ഓക്കെ, ആംഗിൾ എത്രയാണ് വരിക? ഇതിൻ്റെ ലെഫ്റ്റിലല്ലേ -5 ഇരിക്കുന്നത്. സോ ആംഗിൾ ഈസ് -180. ഇങ്ങനെയാണ് നമ്മൾ ഫേസർ പ്രൊഡക്റ്റ് കാണുക. അപ്പോൾ ന്യൂമറേറ്ററുള്ള ഫേസർ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടി. ന്യൂമറേറ്ററുള്ള ഫേസർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എല്ലാ സീറോസൊന്നും എസ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ഫേസർ പ്രൊഡക്റ്റാണ്. ഇനി അതേപോലെ ഫേസർ പ്രൊഡക്റ്റ് ഫ്രോം ഡിനോമിനേറ്ററിൽ എന്താ വരുന്നത്? ഫേസർ പ്രൊഡക്റ്റ് ഫ്രോം ഓൾ പോൾസ് ടു എസ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ബാക്കി ഡിനോമിനേറ്ററിൽ വരുന്നത് ഈ ലൊക്കേഷനിലേക്ക് ബാക്കിയുള്ള എല്ലാ പോൾസിൽ നിന്നുമുള്ള ഫേസർ പ്രൊഡക്റ്റ്. ഇപ്പോൾ നമുക്ക് ഈ ലൊക്കേഷനിൽ തന്നെയുള്ള പോൾസിനെ കൺസിഡർ ചെയ്യേണ്ടത്. ഇതിൻ്റെ വേറെ ലൊക്കേഷനിൽ, അടുത്ത ലൊക്കേഷനിലുള്ള പോളാണ് ആര്? -1ൽ ഒരു പോളുണ്ട്. അപ്പോൾ ഈ -1ഉം 0യും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാ? 1. ഈ -1 എന്ന് പറയുന്ന ലൊക്കേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ലൊക്കേഷൻ്റെ ലെഫ്റ്റ് സൈഡിലല്ലേ വരുന്നത്. സോ ദ ആംഗിൾ ഷുഡ് ബി കൺസിഡേർഡ് ആസ് -180 ഡിഗ്രി. ഇതിപ്പം എല്ലാ പോളും 0യും ഈ ഒറ്റ ആക്സിസിൽ വന്നതുകൊണ്ടാണ് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. വേറെ ലൊക്കേഷനിലാണെങ്കിൽ നമ്മൾ ആംഗിൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, നെക്സ്റ്റ് പോൾ ഏതാ? ഒരു പോളല്ലല്ലോ. ഫേസർ പ്രൊഡക്റ്റ് കാണുന്ന സമയത്ത് വേറെ പോൾ ഉണ്ടോ നോക്കണം. യെസ്, അനദർ പോൾ ഈസ് അറ്റ് 4. അപ്പോൾ 4 എന്ന് പറയുന്ന ലൊക്കേഷനിൽ പോളുണ്ട്, -4 എന്ന് പറയുന്ന ലൊക്കേഷനിൽ പോളുണ്ട്. ഇതുമായിട്ടുള്ള ഫേസർ ഡിഫറൻസ് നോക്കുന്ന സമയത്ത് എത്രയാണ് വരിക? 4. ആംഗിൾ ഈസ് -180. സോ മാഗ്നിറ്റ്യൂഡ് വാല്യൂ എന്ത് വരും? 3 × 5 ഡിവൈഡഡ് ബൈ 1 × 4. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 15 ഡിവൈഡഡ് ബൈ 4 ആണ് മാഗ്നിറ്റ്യൂഡ് കിട്ടുക. ഇനി ആംഗിൾ നോക്കിയേ, -180 -180. ന്യൂമറേറ്ററിൽ 2 -180 -360. അതേപോലെ -180 -180 ഡിനോമിനേറ്ററിൽ -360. മുകളിൽ -360, ഡിനോമിനേറ്ററിൽ -360. അപ്പോൾ -360 -360 is equal to 0. So the angle is 0. So it is, the value is 15/4 itself.
അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കോൺസ്റ്റൻസിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ എന്ത് കിട്ടി? എയുടെ വാല്യൂ കിട്ടി. എ വാല്യൂ ഈസ് 15/4. ഇനി അതേപോലെ നമുക്ക് ബി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഹൗ ടു കാൽക്കുലേറ്റ് ബി വാല്യൂ? ബി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ബി എന്ന് പറയുന്നത് ആരുടെ കോൺസ്റ്റൻ്റാ? S+1ൻ്റെ കോൺസ്റ്റൻ്റാ. അപ്പോൾ നമ്മൾ ബി കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും എഴുതുക? ഫേസർ പ്രൊഡക്റ്റ് ഫ്രം ഓൾ സീറോസ് ടു S ഈസ് ഈക്വൽ ടു -1. അതേപോലെ ഡിനോമിനേറ്ററിൽ ഫേസർ പ്രൊഡക്റ്റ് ഫ്രം ഓൾ പോൾസ് ടു S ഈസ് ഈക്വൽ ടു -1. ഓക്കെ, അപ്പോൾ ബി വാല്യൂ എന്ന് പറഞ്ഞു നോക്കിയേ. ഫസ്റ്റ് നമ്മൾ S ഈസ് ഈക്വൽ ടു -1 ആണ് കൺസിഡർ ചെയ്യുന്നത്. -1ലേക്ക് ബാക്കിയുള്ള പോൾസിനെ കൺസിഡർ ചെയ്യാം. ആരാ? ഒരു സ്മോൾ ഡിനോമിനേറ്റർ 0 അല്ലേ? -1ലേക്ക് ഇവിടെയുള്ള 0നെ കൺസിഡർ ചെയ്യുക. ആരാ? -3 ഒരു 0 ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയേ, 2 അല്ലേ? സോ 2. ആംഗിൾ എത്രയാണ് വരിക? ഇയാൾ എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡിലല്ലേ? ലെഫ്റ്റ് സൈഡിലായതുകൊണ്ട് ആംഗിൾ എത്ര എഴുതും? -180. ഇനി നെക്സ്റ്റ് പോൾ എവിടെ? നെക്സ്റ്റ് 0 എവിടെയാ? 5ൽ, -5ൽ. അപ്പം -5ഉം -1ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? 4. ആംഗിൾ എത്ര വരും? ആംഗിൾ ഈസ് സെയിം ആംഗിൾ -180 ഡിവൈഡഡ് ബൈ ബാക്കി എന്താ? ഡിനോമിനേറ്ററിൽ എന്താ? ഫേസർ പ്രൊഡക്റ്റ് ഓഫ് പോൾസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ലൊക്കേഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഏത് പോളിനെ ആദ്യം എടുക്കുന്നു? ഈ പോളിനെ ആദ്യം എടുക്കുന്നു. ഈ പോളിനെ ആദ്യം എടുക്കുകയാണെങ്കിൽ -4ഉം -1ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? 3 ആണ് വരുന്നത് അല്ലേ? ആംഗിൾ എത്രയാ? -180. നെക്സ്റ്റ് പോൾ എടുക്കുന്നത് ഈ പോളാണ്. ഈ പോളിനെ കൺസിഡർ ചെയ്യണം, കാരണം നമ്മൾ കൺസിഡർ ചെയ്യുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ ലൊക്കേഷനിൽ ഇവിടെ ആയിട്ടുള്ള ഡിഫറൻസ് എത്രയാ? 1. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്ന ലൊക്കേഷൻ ഇരിക്കുന്നത് എവിടെയാ? ഇതിൻ്റെ റൈറ്റ് സൈഡിലാണ്. സോ ദ ആംഗിൾ ഈസ് 0 ഡിഗ്രി. സോ 1 ആംഗിൾ 0 ഡിഗ്രി. സോ ദ ഫൈനൽ വാല്യൂ ഈസ് 8. 2 × 4 8 ഡിവൈഡഡ് ബൈ 3. ആംഗിൾ ഒരു 180 പോയി കഴിഞ്ഞാൽ ബാക്കി -180 ഡിഗ്രി ഉണ്ടാവും. അപ്പോൾ 8/3 -180 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അത് എത്രയാ? -8/3 ആണ്. സോ ദ ബി വാല്യൂ ഈസ് -8/3. അപ്പോൾ എ വാല്യൂ 15/4 കിട്ടി, ബി വാല്യൂ -8/3 കിട്ടി. ഇതേപോലെ നമ്മൾ സി വാല്യൂം കൂടെ ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക. അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. സി വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യുക? ഫേസർ പ്രൊഡക്റ്റ് ഫ്രം ഓൾ സീറോസ് ടു S ഈസ് ഈക്വൽ ടു -4. അതേപോലെ ഡിനോമിനേറ്ററിൽ ഫേസർ പ്രൊഡക്റ്റ് ഫ്രം ഓൾ പോൾസ് ടു S ഈസ് ഈക്വൽ ടു -4. സി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് -1/12 ആണ് കിട്ടുക. അതൊന്ന് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. സോ എ വാല്യൂ, ബി വാല്യൂ, സി വാല്യൂ എല്ലാം കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യുക? ഡയറക്റ്റ് ആയിട്ട് ഈ പാർഷ്യൽ ഫ്രാക്ഷൻ്റെ അകത്ത് എൻ്റെയും ബിൻ്റെയും സിൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So substituting the values of A, B and C, we will get A എത്രയാണ് നമുക്ക് കിട്ടിയത്? 15/4. So 15/4 divided by S plus B വാല്യൂ എത്രയാണ് കിട്ടിയത്? B വാല്യൂ -8/3. So -8/3 divided by S plus 1 plus C വാല്യൂ -1/12. So -1/12 divided by S plus 4. So this is the V of S equation. അപ്പോൾ V of S equation നമുക്ക് കിട്ടി. V of S equation നമുക്ക് അറിയാവുന്ന ലാപ്ലേസ് റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ടുള്ള ഫോമിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ അകത്ത് V of T കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. സോ വാട്ട് ഈസ് V of T? V of T എന്ന് പറയുന്നത് ഫസ്റ്റ് 15/4 എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്. അത് ഇൻറ്റു 1/s അല്ലേ? അപ്പോൾ 15/4 × 1/s എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ എഴുതാം 15/4 എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് ഇൻറ്റു 1/s. രണ്ടാമത്തെ ടേം എന്ന് പറഞ്ഞേ -8/3 എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് ഇൻറ്റു 1/s plus 1. സിമിലർലി -1/12 എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് ഇൻറ്റു 1/s plus 4. സോ ദിസ് ഈസ് ഈക്വൽ ടു എങ്ങനെയാണ് V of T എഴുതുക? 15/4 ഇൻറ്റു 1/s. 1/s എന്ന് പറയുന്നത് എന്തിൻ്റെ ലാപ്ലേസാണ്? 1ൻ്റെ അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റിൻ്റെ ലാപ്ലേസ് ആണ് 1/s. സോ വി ക്യാൻ റൈറ്റ് 1 മൈനസ് 8/3 ഇൻറ്റു 1/s plus 1 എന്ന് പറയുന്നത് ഏതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമാണ്? e റൈസ് ടു -t-യുടെ -1t-യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോമാണ് 1/s plus 1. ഓക്കെ, സിമിലർലി -1/12 ഇൻറ്റു 1/s plus 4 എന്ന് പറയുന്നത് ഏതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമാണ്? e റൈസ് ടു -4t. സോ -1/12 ഇൻറ്റു e റൈസ് ടു -4t. So this is the final expression for B of T.
അപ്പോൾ ഇത്രയാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, വി ഓഫ് എസ് കണ്ടുപിടിക്കണം. വി ഓഫ് എസ് തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ പോൾസും സീറോസിനെയും ഐഡൻറ്റിഫൈ ചെയ്യണം. പോൾസിനെയും സീറോസിനെയും ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നേരെ പോൾ സീറോ പ്ലോട്ട് വരയ്ക്കണം. പോൾ സീറോ പ്ലോട്ട് വരച്ചിട്ട് നമ്മളെ ട്രാൻസ്ഫർ ഫംഗ്ഷനെ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യണം, പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ടേംസിൽ റെപ്രസെൻറ്റ് ചെയ്യണം. പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ടേംസിൽ റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്ത് എ ബി സി എന്ന് പറയുന്ന കോൺസ്റ്റൻസ് ഇവാലുവേറ്റ് ചെയ്യണം. കോൺസ്റ്റൻസ് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എങ്ങനെ കിട്ടും, ആ ട്രാൻസ്ഫർ ഫംഗ്ഷനെ ഒരു സ്റ്റാൻഡേർഡ് ഫോമാറ്റിലേക്ക് നമുക്ക് എഴുതാൻ പറ്റും. സ്റ്റാൻഡേർഡ് ഫോമാറ്റിൽ നമ്മൾ എഴുതി കഴിഞ്ഞാൽ പിന്നെ നേരെ അതിൻ്റെ ഡയറക്റ്റ് ആയിട്ട് ഇൻവേഴ്സ് ലാപ്ലേസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പ്രഷൻ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Next question, determine the driving point impedance in the input side of the following network. Also determine voltage gain transfer function. അപ്പോൾ ഒരു വലിയ നെറ്റ്വർക്ക് തന്നിട്ടുണ്ട്. ആ നെറ്റ്വർക്കിൽ ചോദിച്ചിരിക്കുന്നത് ഡ്രൈവിംഗ് പോയിന്റ് ഇംപിഡൻസ് ഇൻ ദ ഇൻപുട്ട് സൈഡ് ഓഫ് ദ ഫോളോയിങ് നെറ്റ്വർക്ക്. ഡ്രൈവിംഗ് പോയിന്റ് ഇംപിഡൻസ്, നമുക്ക് ഇംപിഡൻസ് എന്താണെന്നറിയാം. ഇംപിഡൻസ് എന്താ, വോൾട്ടേജ് ഡിവൈഡഡ് ബൈ കറണ്ട്. റെസിസ്റ്റൻസിൻ്റെ കുറച്ച് കോംപ്ലക്സ് ടേമായിട്ട് നമ്മൾ പറയുന്നതാണ് ഇംപിഡൻസ്. അപ്പോൾ ഇംപിഡൻസ് എന്ന് പറയുന്നത് ചോദിച്ചിരിക്കുന്നതിൽ ഒരു അറിയാത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് പോയിന്റ് ഇംപിഡൻസ് എന്നാണ്. അപ്പോൾ ഡ്രൈവിംഗ് പോയിന്റ് ഇംപിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു 2 പോർട്ട് നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇൻപുട്ട് സൈഡിലുള്ള ഇംപിഡൻസ് കാണുന്നതിനെയാണ് നമ്മൾ ആക്ച്വലി ഡ്രൈവിംഗ് പോയിന്റ് ഇംപിഡൻസ് എന്ന് പറയുന്നത്. അതായത് ഒരേ സൈഡിൽ തന്നെ നമ്മൾ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ കറണ്ട് എടുക്കുക. അപ്പോൾ അതായത് ഇത് V1 അതേപോലെ ഇത് I1 ആണെങ്കിൽ V1 ഡിവൈഡഡ് ബൈ I1 അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡ്രൈവിംഗ് പോയിന്റ് ഇംപിഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡ്രൈവിംഗ് പോയിന്റ് ഇംപിഡൻസ് നമുക്ക് വേണമെങ്കിൽ ഔട്ട്പുട്ട് സൈഡിലും കാണാം. ഒരേ സൈഡിൽ 2 പോർട്ട് നെറ്റ്വർക്കിൻ്റെ ഒരേ സൈഡിൽ തന്നെ നമ്മൾ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ കറണ്ട് എടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡ്രൈവിംഗ് പോയിന്റ് ഇംപിഡൻസ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്കിപ്പം ഇത് 2 പോർട്ട് നെറ്റ്വർക്ക് ആണെങ്കിൽ ഇപ്പുറത്തെ സൈഡിലും നമ്മുടെ കയ്യിലൊരു സോഴ്സ് ഉണ്ട് എന്ന് വിചാരിക്കാം. ഇവിടെ V2 എന്ന് പറയുന്ന സോഴ്സ് ഉണ്ട്, ഇതിൽ കൂടെ കറണ്ട് പോകുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, V1 ഡിവൈഡഡ് ബൈ I2 കണ്ടുപിടിക്കാം. അതും എന്താണ്, അതും ഒരു ഇംപിഡൻസ് ആണ്. അത് ആക്ച്വലി ട്രാൻസ്ഫർ ഇംപിഡൻസ് ആണ്. അതായത് ഇൻപുട്ട് സൈഡിലുള്ള വോൾട്ടേജും ഔട്ട്പുട്ട് സൈഡിലുള്ള കറണ്ടും തമ്മിലുള്ള റേഷ്യോ. അതല്ല ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡ്രൈവിംഗ് പോയിന്റ് ഇംപിഡൻസ്. ഡ്രൈവിംഗ് പോയിന്റ് ഇംപിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ കറണ്ട് റേഷ്യോ ആണ്. അത് തന്നെ ഒരേ പോർട്ടിൽ തന്നെ എടുക്കണം. ഇൻപുട്ട് സൈഡ് ആണെങ്കിൽ ഇൻപുട്ട് സൈഡിൽ തന്നെ എടുക്കണം, ഔട്ട്പുട്ട് സൈഡ് ആണെങ്കിൽ ഔട്ട്പുട്ട് സൈഡിൽ തന്നെ എടുക്കണം. പക്ഷേ ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇൻപുട്ട് സൈഡിലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത് ഇവിടെ, ആക്ച്വലി ഇവിടെ ഇതിന് അക്രോസ് ഉള്ള എന്ത് കണ്ടുപിടിക്കണം, ഇവിടെ V1S എന്ന് പറയുന്നതാണ് ഇവിടുത്തെ വോൾട്ടേജ് അല്ലേ, I1S എന്ന് പറയുന്നതാണ് ഇവിടുത്തെ കറണ്ട്. സോ വി ഹാവ് ടു കാൽക്കുലേറ്റ് V1 ഓഫ് S ഡിവൈഡഡ് ബൈ I1 ഓഫ് S. ഇറ്റ് ഈസ് കോൾഡ് ആസ് ഡ്രൈവിംഗ് പോയിന്റ് ഇംപിഡൻസ് അറ്റ് ദ ഇൻപുട്ട് സൈഡ് ഓഫ് ദ നെറ്റ്വർക്ക്. നെക്സ്റ്റ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഓൾസോ ഡിറ്റർമൈൻ ദ വോൾട്ടേജ് ഗെയിൻ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. വോൾട്ടേജ് ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താ, V1 വോൾട്ടേജ് ഗെയിൻ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാൻ പറ്റുക, V1 ഡിവൈഡഡ് ബൈ V2. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് V1 ബൈ V2 കാണണം. അതായത് V1 ഓഫ് S ബൈ V2 ഓഫ് S കേട്ടോ. V1 ഓഫ് S ഡിവൈഡഡ് ബൈ V2 ഓഫ് S കണ്ടുപിടിക്കണം. കൂടാതെ V1 ഓഫ് S ഡിവൈഡഡ് ബൈ I1 ഓഫ് S നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അത് രണ്ടും ചെയ്യണം. അപ്പോൾ അത് രണ്ടും ചെയ്യുന്ന സമയത്ത് ഇത് വലിയൊരു നെറ്റ്വർക്കാണ്. ഈ നെറ്റ്വർക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇൻപുട്ട് സൈഡിൽ നിന്ന് ഔട്ട്പുട്ട് സൈഡിലേക്ക് കുറച്ച് ദൂരമുണ്ട്. അതിനിടയിൽ റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ, റെസിസ്റ്റർ ഇല്ല, ഇൻഡക്ടർ, കപ്പാസിറ്റർ ബ്രാഞ്ചുകൾ ഇടയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഔട്ട്പുട്ട് സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്കാണ് വരിക. കാരണം നമുക്ക് എന്തായാലും ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഗെയിൻ കാണണമെങ്കിൽ V1 ബൈ V2 കണ്ടുപിടിക്കണം. അപ്പോൾ V2 എന്ന് പറയുന്നത് ഈ സൈഡിലാണുള്ളത്, V1 എന്ന് പറയുന്നത് ഈ സൈഡിലാണുള്ളത്. അപ്പോൾ ഔട്ട്പുട്ട് സൈഡിലുള്ള V2നെ മെല്ലെ 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 നമ്മൾ ഇൻപുട്ട് സൈഡിലേക്ക് എക്സ്പ്രസ് ചെയ്ത് വരണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ എക്സ്പ്രഷൻസ് എങ്ങനെയാണ് കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് ഔട്ട്പുട്ട് സൈഡിൽ നിന്ന് വരണം എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില പോയിന്റ്സിലെ വോൾട്ടേജ് അൺനോൺ വോൾട്ടേജ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാം. അതായത് നമ്മളിപ്പോൾ ഒരു നെറ്റ്വർക്ക് സോൾവ് ചെയ്ത് വരുന്ന സമയത്ത് ആ നെറ്റ്വർക്കിലെ എല്ലാ ബ്രാഞ്ച് വോൾട്ടേജും എല്ലാ ബ്രാഞ്ച് കറൻസും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള റേഷ്യോസ് എഴുതി പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ച്വലി ഇവിടെ ഒരു പർട്ടിക്കുലർ നോഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതേപോലെ ഇവിടെ ഒരു നോഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അസ്യൂം ചെയ്യാണ് ഇവിടുത്തെ വോൾട്ടേജ്, ഈ നോഡിനെ X എന്ന് വിളിക്കുകയാണെങ്കിൽ അവിടുത്തെ വോൾട്ടേജിന് Vx എന്ന് വിളിക്കാം, ഈ നോഡിനെ Y എന്ന് വിളിക്കുകയാണെങ്കിൽ അവിടുത്തെ വോൾട്ടേജിനെ Vy എന്ന് വിളിക്കാം. അപ്പോൾ നമുക്ക് Vxും Vyയും, Vx എന്ന് പറയുന്നത് ആക്ച്വലി ഇവിടുത്തെ വോൾട്ടേജ് തന്നെയാണ്, പക്ഷേ Vy എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. ഇനി അതേപോലെ ഈ ഒരു പർട്ടിക്കുലർ ബ്രാഞ്ചിൽ കൂടെയുള്ള കറണ്ട്, അതിനെ ഞാൻ
IX എന്ന് വിളിക്കുന്നു. ഈ ഒരു പർട്ടിക്കുലർ ബ്രാഞ്ചിൽ കൂടെയുള്ള കറണ്ടിനെ ഞാൻ IY എന്ന് വിളിക്കുന്നു. അപ്പോൾ IX IY നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് അങ്ങനെ ആ ഔട്ട്പുട്ട് സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിച്ചിട്ട് വരാം. അതിൽ ഫസ്റ്റ് വരുന്നത് ഇപ്പോൾ VX കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കാം. അപ്പോൾ VX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഈ പോയിന്റിലെ വോൾട്ടേജാണ്. നമ്മുടെ റെഫറൻസ് നോഡായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇതാണ്. അപ്പോൾ VX എന്ന് പറയുന്നത് ഈ പോയിന്റും തമ്മിലുള്ള ഡിഫറൻസ് വോൾട്ടേജിനാണ് VX എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നോഡും ഈ പോയിന്റും ഏതാണ്ട് സെയിം ആണ്. അതിനിടയിൽ കമ്പോണൻസ് ഒന്നുമില്ല. ഈ പോയിന്റും ഈ ഗ്രൗണ്ട് പോയിന്റും തമ്മിലുള്ള വോൾട്ടേജ് V2S ആണെന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. സോ വി ക്യാൻ ഡയറക്ട്ലി റൈറ്റ് VX ഈസ് ഈക്വൽ ടു V2 ഓഫ് S. ഓക്കെ, ഇനി അതേപോലെ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടെ കാണാം. ഈ IX എന്ന് പറയുന്നത് ഈ ബ്രാഞ്ചിൽ കൂടെയുള്ള കറണ്ടാണ് അല്ലേ. ഈ ബ്രാഞ്ചിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എത്രയാണ്? VX. ഈ ബ്രാഞ്ചിൻ്റെ ഇമ്പിഡൻസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നമുക്ക് IX എഴുതാം, VX ഡിവൈഡഡ് ബൈ ഇമ്പിഡൻസ് എന്ന് എഴുതാം. ഈ ബ്രാഞ്ചിൽ ഒരു 0.5 ഫാരഡ് കപ്പാസിറ്റർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതിൽ V1 ഓഫ് S, I1 ഓഫ് S, V2 ഓഫ് S, I2 ഓഫ് S ഒക്കെ S ഡൊമൈനിലാണ്. പക്ഷേ കമ്പോണൻസിനെ ഒന്നും S ഡൊമൈനിൽ എഴുതിയിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കമ്പോണൻസിനെ S ഡൊമൈനിൽ എഴുതണം. നമുക്ക് കപ്പാസിറ്റർ ഉണ്ട് എന്ന് വിചാരിക്കാം. ഈ കപ്പാസിറ്ററിൻ്റെ വാല്യൂ എത്രയാണെന്ന് തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കാം. അതെന്തെങ്കിലും ആവട്ടെ, കപ്പാസിറ്ററിൻ്റെ വാല്യൂ C ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് S ഡൊമൈനിൽ നമ്മൾ എങ്ങനെ എഴുതാം? 1 ഡിവൈഡഡ് ബൈ SC. ഒരു ഇൻഡക്ടർ വാല്യൂ ഉണ്ട്, ഇൻഡക്ടറിൻ്റെ വാല്യൂ L ആണെന്ന് വിചാരിക്കും. ഇതിനെങ്ങനെയാണ് നമ്മൾ S ഡൊമൈനിൽ എഴുതുക? SL അല്ലേ. ഇവിടുത്തെ കപ്പാസിറ്ററിൻ്റെ വാല്യൂ എത്രയാണ്? 0.5 ഫാരഡ്. 0.5 എന്ന് പറയുന്നത് ഹാഫ് ആണെന്ന് നമുക്കറിയാലോ. അപ്പോൾ ഇവിടെ കപ്പാസിറ്റർ ഹാഫ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഇമ്പിഡൻസിന് എങ്ങനെ എഴുതാം നോക്കിയേ? 1/S ഇൻറ്റു കപ്പാസിറ്റർ വാല്യൂ ഹാഫ്. സോ 2/S അല്ലേ അവിടുത്തെ ഇമ്പിഡൻസ്. സോ ദിസ് വാല്യൂ ക്യാൻ ബി റിട്ടൺ ആസ് 2/S. ഈ 0.5 ഫാരഡ് കപ്പാസിറ്ററിൻ്റെ ഇമ്പിഡൻസ് വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? 2/S എന്ന് എഴുതാം. ഓക്കെ, ആൻഡ് ദ വോൾട്ടേജ് ഹിയർ വി മാർക്ക്ഡ് ആസ് VX ആൻഡ് ദ കറണ്ട് ഹിയർ വി മാർക്ക്ഡ് ആസ് IX. അപ്പോൾ അവിടുത്തെ ഇമ്പിഡൻസ് കിട്ടി. ഇനി അതേപോലെ അപ്പോൾ അവിടുത്തെ ഇമ്പിഡൻസ് നമുക്കറിയാമെങ്കിൽ നമ്മൾ ആദ്യം കണ്ടുപിടിച്ച സംഭവം എന്താ? നമ്മൾ ആദ്യം ഇവിടെ എഴുതി VX ഈസ് ഈക്വൽ ടു V2 ഓഫ് S എന്ന് എഴുതി. ഇനി നമുക്കിവിടെ IX കണ്ടുപിടിക്കാം. IX ഈസ് ഈക്വൽ ടു IX എന്ന് പറയുന്നത് എന്താ? ഇവിടുത്തെ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇവിടുത്തെ റെസിസ്റ്റൻസ്. ഇവിടുത്തെ വോൾട്ടേജ് എത്രയാണ്? V2 ഓഫ് S. സോ V2 ഓഫ് S ഡിവൈഡഡ് ബൈ അവിടുത്തെ റെസിസ്റ്റൻസ് നമ്മളിപ്പോൾ എഴുതിയില്ലേ? 2/S. സോ 2/S. So this is equal to V2 of S into S divided by 2. സോ നമുക്ക് എന്ത് കിട്ടി? IXൻ്റെ വാല്യൂ കിട്ടി, അതേപോലെ VXൻ്റെ വാല്യൂയും കിട്ടി. ഇനി അതിനുശേഷം നമ്മൾ നേരെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരികയെന്ന് വിചാരിക്കുക. അതായത് ഈ സൈഡിലേക്ക് വരികയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ഒരു നോഡ് ഉണ്ട്, ആ നോഡ് വോൾട്ടേജ് ആണ് VY കണ്ടുപിടിക്കണം. നോക്കിയേ, VY എന്ന് പറയുന്ന ഏത് വോൾട്ടേജാണ്? VY എന്ന് പറയുന്നതാ ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജാണ് VY അല്ലേ. അപ്പോൾ VY കണ്ടുപിടിക്കണമെങ്കിൽ ഇതിൽ കൂടെയുള്ള കറണ്ട് നമുക്ക് അറിയാമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഈ കറണ്ടിൻ്റെ ഈ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇൻഡക്ടൻസിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ എഴുതിയിട്ട് നമുക്കറിയാമായിരുന്നു. പക്ഷേ ഈ കറണ്ട് നമുക്കറിയില്ല. നമുക്കറിയുന്നത് എന്താ? നമ്മളിപ്പോൾ VX ഡിഫൈൻ ചെയ്തു. നമുക്ക് ഇതിൽ കൂടെ പോകുന്ന കറണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങളൊന്ന് നോക്കിയേ, ഈ ബ്രാഞ്ചിൽ കൂടെ പോകുന്ന കറണ്ട് എത്രയാണ്? IX ആണല്ലോ. ഈ ബ്രാഞ്ചിൽ കൂടെ കറണ്ട് ഉണ്ടോ? ഇല്ല. കാരണം എന്താ? തന്നിട്ടുണ്ട് I2 ഓഫ് S ഈസ് ഈക്വൽ ടു 0. കൂടാതെ ഇവിടെ ഓപ്പൺ സർക്യൂട്ടാണ്. ഓപ്പൺ സർക്യൂട്ട് ആയതുകൊണ്ടല്ല, ഇവിടെ സോഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ I2Sൻ്റെ വാല്യൂ 0 ആണെന്ന് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ബ്രാഞ്ചിൽ കൂടെ കറണ്ട് ഇല്ല. അപ്പോൾ ഇതിൽ കൂടെ IX പോകുന്നുണ്ടെങ്കിൽ IX ഇവിടുന്ന് വന്നല്ലേ പറ്റൂ അല്ലേ. ഇപ്പോൾ ഇതിൽ കൂടെ 5 ആംപിയർ പോകുന്നു, ഈ ബ്രാഞ്ചിൽ കൂടെ കറണ്ട് ഒന്നുമില്ല. അപ്പോൾ മൊത്തം 5 ആംപിയർ ഈ സൈഡിൽ നിന്ന് വന്നതായിരിക്കണ്ടേ. അപ്പോൾ ഇവിടെ IX ആണെങ്കിൽ ഇവിടെയും IX. ഇവിടെ IX ഉണ്ടെങ്കിൽ ഇതിൽ കൂടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ വോൾട്ടേജ് VY എന്ന് പറയുന്ന വോൾട്ടേജ് എങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുക? വേണമെങ്കിൽ ഞാൻ ആ പോയിന്റ്സിനെ മാത്രം സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കാം. അതായത് നമുക്ക് ഇങ്ങനെയുള്ള ഒരു ബ്രാഞ്ചിലുള്ള സംഭവമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അതിൽ ഈ പർട്ടിക്കുലർ ബ്രാഞ്ചിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് VYയുടെ പൊളാരിറ്റി എങ്ങനെയാണ്? ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ബ്രാഞ്ചിൽ കൂടെയുള്ള കറണ്ട് നമുക്കറിയാം. ആ കറണ്ടിൻ്റെ വാല്യൂ എത്രയാണ്? IX നമ്മളിവിടെ കണ്ടുവച്ചിട്ടുണ്ട്. IX ഇങ്ങനെ പോകുന്ന സമയത്ത് ഇവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. കൂടാതെ നമുക്ക് ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് അറിയാം.
അതായത് സെക്കൻഡ് കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് നമുക്കറിയാം. എന്താണ് കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ്? ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എത്രയാണ്? സർക്യൂട്ട് നോക്കിയേ, ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് V2 അല്ലേ. അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് നമുക്കറിയാം. സോ പ്ലസ് മൈനസ് V2. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് KVL അപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? ഇത് മൈനസ് പ്ലസ്, ഇത് പ്ലസ് മൈനസ്, ഇത് പ്ലസ് മൈനസ്. സോ VY അല്ലെങ്കിൽ ഇവിടെ എഴുതാം. സോ VY ക്യാൻ ബി റിട്ടൺ ആസ് എന്താ എഴുതുക? IX ഈ ഇൻഡക്ടറിൽ കൂടെ പോകുമ്പോൾ ഒരു ഡ്രോപ്പ് ഉണ്ടാവും. എത്ര? ഇൻഡക്ടറിൻ്റെ വാല്യൂ 2 ഹെൻറി. 2 ഹെൻറിന് എസ് ഡൊമൈനിൽ നമ്മൾ എങ്ങനെ എഴുതുക? SL അല്ലെങ്കിൽ S2 ഓം എന്ന് എഴുതാം. അപ്പോൾ 2 ഹെൻറിനെ നമ്മൾ S2 ഓം എന്ന് എഴുതി. അതിൽ കൂടെ പോകുന്ന കറണ്ട് IX. സോ വി ക്യാൻ റൈറ്റ് IX ഇൻറ്റു എത്രയാ ഇമ്പിഡൻസ്? എത്രയാ? S2 പ്ലസ് ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എത്രയാ? V2. സോ ദിസ് ഈസ് ഈക്വൽ ടു IXൻ്റെ വാല്യൂ അല്ലേ നമ്മളിവിടെ കണ്ടുവച്ചിരിക്കുന്നത് അല്ലേ? S/2 ഇൻറ്റു V2. അപ്പോൾ അത് നമ്മളിവിടെ എഴുതാം. S/2 ഇൻറ്റു V2 ഇൻറ്റു S2 പ്ലസ് V2. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ 2ഉം ക്യാൻസൽ ആവും. S ഇൻറ്റു S എന്ത് വരും? S². സോ S² V2 പ്ലസ് V2. V2 പുറത്തെടുത്ത് കഴിഞ്ഞാൽ V2 ഇൻറ്റു S² പ്ലസ് 1 അല്ലേ? V2 ഇൻറ്റു S² പ്ലസ് 1. സോ ദിസ് ഈസ് ദ വാല്യൂ ഫോർ VY. ഇപ്പോൾ VYൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് വരിക. VX കിട്ടി, IX കിട്ടി, VY കിട്ടി. VY കിട്ടിക്കഴിഞ്ഞാൽ IY കണ്ടുപിടിച്ചൂടെ? IY എന്ന് പറയുന്നത് ഈ ഒരു ബ്രാഞ്ചിൽ കൂടെ പോകുന്ന കറണ്ട് അല്ലേ? ആ ഒരു ബ്രാഞ്ചിൽ കൂടെ പോകുന്ന കറണ്ട് എത്രയാണ്? IY. അപ്പോൾ ആ ബ്രാഞ്ചിനെ മാത്രം സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സോ ദിസ് ഈസ് ദ ബ്രാഞ്ച് വി ആർ കൺസിഡറിങ് ആൻഡ് ദിസ് ഈസ് ദ വോൾട്ടേജ് VY. ഓക്കെ, ഈ ബ്രാഞ്ചിലുള്ള ആരാ കമ്പോണൻ്റ് ഉള്ളത്? ഇൻഡക്ടർ. ഇൻഡക്ടറിൻ്റെ വാല്യൂ എത്രയാണ്? 4 ഹെൻറി. 4 ഹെൻറിനെ എസ് ഡൊമൈനിൽ നമ്മൾ എങ്ങനെ എഴുതുക? S4. ഡ്രോപ്പ് എങ്ങനെയാണ് വരിക? പ്ലസ് മൈനസ്. ഗ്രൗണ്ട് എവിടെയാണ് വരിക? താഴെ. ഇതിൽ കൂടെ പോകുന്ന കറണ്ട് ഏതാ? IY. സോ വി ക്യാൻ റൈറ്റ് IY ഈസ് ഈക്വൽ ടു IYനെ എങ്ങനെ എഴുതാം? ആ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് അല്ലേ? ഇത് ഓമിലല്ലേ? നമ്മൾ എസ് ഡൊമൈനിലെല്ലാം എഴുതുക ഓമിലല്ലേ? സോ വോൾട്ടേജ് ഈസ് VY ഡിവൈഡഡ് ബൈ S4. ഓക്കെ, VYൻ്റെ വാല്യൂ അല്ലേ നമ്മളിവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത്. സോ വി ക്യാൻ റൈറ്റ് IY ഈസ് ഈക്വൽ ടു S² പ്ലസ് 1 ഡിവൈഡഡ് ബൈ S4 ഇൻറ്റു V2. ഓക്കെ, അപ്പോൾ നമ്മൾ എവിടം വരെ എത്തി? IY വരെ എത്തി. ഇനി നമ്മൾ എവിടെ എത്തി? ഈ സൈഡിലെത്തി, ഇൻപുട്ട് സൈഡിലെത്തി. ഇനി ഇൻപുട്ടിലെ കറണ്ട് ഒന്ന് നോക്കിയേ. ഇൻപുട്ടിലെ കറണ്ട് എന്ന് പറയുന്നത് ഇതല്ലേ? ഈ കറണ്ട് അല്ലേ? I1. വേണമെങ്കിൽ അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ വരയ്ക്കാം. സോ ഇവിടെ ഒരു കറണ്ട് വരുന്നു. ദ കറണ്ട് ഈസ് I1. ഓക്കെ, പോകുന്നത് 0.25 ഫാരഡ് കപ്പാസിറ്ററിലൂടെയാണ്. 0.25 ഫാരഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/4 ഫാരഡ്. 1/4 ഫാരഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പാസിറ്ററിൻ്റെ വാല്യൂ 1/4. അപ്പോൾ എസ് ഡൊമൈനിൽ 1/SC അല്ലേ കപ്പാസിറ്ററിന് റെപ്രസെൻറ്റ് ചെയ്യുക. സോ 1/S ഇൻറ്റു 1/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 4/S. അപ്പോൾ ഈ കപ്പാസിറ്ററിന് നമുക്ക് 4/S എന്ന് വെച്ചാൽ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ അതിന് 4/S ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ജംഗ്ഷൻ വരുന്നുണ്ട്. ആ ജംഗ്ഷനിൽ ഈ ഇൻഡക്ടറിൽ കൂടെ പോകുന്ന കറണ്ടാണ് IY എന്ന് പറഞ്ഞു. അതേപോലെ ഇവിടുന്ന് റൈറ്റ് സൈഡ് ഇൻഡക്ടറിൽ കൂടെ പോകുന്ന കറണ്ടാണ് IX എന്ന് പറഞ്ഞു. ഇവിടുന്ന് വരുന്ന കറണ്ടാണ് I1. അപ്പോൾ I1 എന്ന് പറയുന്ന കറണ്ട് അങ്ങനെ ആ നോഡിലേക്ക് വരുന്നു. IYയും IXും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നു. സോ വി ക്യാൻ റൈറ്റ് I1 ഈസ് ഈക്വൽ ടു IX പ്ലസ് IY. So this is equal to, what is the value of IX? S/2 into V2. So S/2 into V2 plus what is the value of IY? V2 into S² plus 1 divided by S4. So S² plus 1 by S4 into V2. അതിൻ്റെ അകത്തും V2 കോമൺ അല്ലേ? അതിൻ്റെ അകത്ത് V2 കോമൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? V2 into S/2 പ്ലസ് S² പ്ലസ് 1 by S4. ഇതിനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. സോ S4ഉം Sഉം എന്താവും? 4S² വരും പ്ലസ് ഈ 2നെ അങ്ങോട്ട് കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2S² പ്ലസ് 2.
സോ 2s² plus 2 whole divided by 2 into s4 എന്ന് വെച്ച് കഴിഞ്ഞാൽ 8s. ഓക്കെ, സോ ദിസ് ഈസ് ഇത്രയും ടൈംസ് v2 of s. ഓക്കെ, അപ്പോൾ നമുക്ക് I1ൻ്റെ എക്സ്പ്രഷൻ I1 of s ആട്ടോ, I1 of sൻ്റെ എക്സ്പ്രഷൻ വരെ നമുക്ക് കിട്ടി ഇൻ ടേംസ് ഓഫ് v2 of s. ഇനി ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ ഇനിയും കിട്ടിയിട്ടില്ല. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് v1 of s by v2 of s, പിന്നെ കണ്ടുപിടിക്കേണ്ടത് v1 of s by I1 of s ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൽ ഒരു സൈഡിൽ I1 ഉം മറ്റേ സൈഡിൽ v2 ആണ് ഉള്ളത്. അപ്പോൾ ഇപ്പോഴും നമുക്ക് കറക്റ്റ് സംഭവം കിട്ടിയിട്ടില്ല. ഇതിൻ്റെ അകത്ത് നമുക്ക് v1 of sൻ്റെ എക്സ്പ്രഷൻ എഴുതാൻ പറ്റുമോ നോക്കാം. ഇപ്പം v1 of sൻ്റെ എക്സ്പ്രഷൻ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യാം. ദാറ്റ് ഈസ് ഈ സൈഡ് ഇവിടെ മാത്രം കൺസിഡർ ചെയ്യാം. അപ്പോൾ ആ സൈഡിലുള്ള കമ്പോണൻസ് ഒന്നും കൂടെ വരയ്ക്കാം. അതായത് ഇവിടെ v1 of s ഉണ്ട്. ഈ കപ്പാസിറ്റർ കൊടുക്കുന്ന ഇമ്പിഡൻസ് എത്രയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു 4/s. സോ ഈ കപ്പാസിറ്റർ കൊടുക്കുന്ന ഇമ്പിഡൻസ് 4/s. ഓക്കെ, ഇത് v1 of s, ഇതിൽ കൂടെ പോകുന്ന കറണ്ട് I1 of s അല്ലേ. സോ വി ക്യാൻ റൈറ്റ് v1 of s ഈസ് ഈക്വൽ ടു എന്തെഴുതാം, ഇതിൽ കൂടെ I1 of s കറണ്ട് പോകുന്നുണ്ട് ഈ കപ്പാസിറ്ററിൽ കൂടെ. അപ്പോൾ അവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് എത്രയാണ്, 4/s ഇൻറ്റു I1 of s. സോ I1 of s ഇൻറ്റു 4/s. പിന്നെ രണ്ടാമത് v1 of sന് എന്താ എഴുതുക, പ്ലസ് ഇവിടുത്തെ വോൾട്ടേജ് പ്ലസ് ഇവിടുത്തെ വോൾട്ടേജ്. ഈ നോഡിനെ നമ്മൾ കൺസിഡർ ചെയ്തത് എന്തായിട്ടാ, ഈ നോഡിനെ നമ്മൾ കൺസിഡർ ചെയ്തത് vy ആയിട്ട്. സോ അവിടുത്തെ വോൾട്ടേജ് എത്രയാ, vy. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, നമ്മളെ I1 of sൻ്റെ എക്സ്പ്രഷൻ നമ്മളിവിടെ കണ്ടുവച്ചിട്ടില്ലേ ഇൻ ടേംസ് ഓഫ് v2 of s, അത് എഴുതാം. ദാറ്റ് ഈസ് 4s². ഇതിൽ 4s² plus 2s² എത്രയാ, 6x². സോ 6x² plus 2 divided by 8s. അതിൽ മുകളിൽ രണ്ട് സൈഡിൽ നിന്ന് 2 എടുക്കുക എന്ന് വിചാരിച്ചോ. 2 പുറത്തെടുത്ത് കഴിഞ്ഞാൽ 3s² plus 1. ഒരു 2 പുറത്ത് അടിയിൽ 8. അപ്പോൾ 2 divided by 8 എന്താവും, 4. സോ 3s² plus 1 divided by 4s എന്നാണ് 4s times v2 of s. അതിനെ ഒന്ന് റെഡ്യൂസ് ചെയ്തു എന്നേ ഉള്ളൂ. സോ ദ ഫൈനൽ എക്സ്പ്രഷൻ ഫോർ I1 of s വിൽ ബി 3s² plus 1 divided by 4s into v2 of s ഉണ്ട്, പിന്നെ ഇതുമുണ്ട്. സോ 4/s into v2 of s plus vyയുടെ വാല്യൂ നമ്മൾ ഇൻ ടേംസ് ഓഫ് v2 of s കണ്ടുപിടിച്ചിട്ടില്ലേ, ഇതാ s² plus 1 into v2 of s. സോ s² plus 1 into v2 of s. ഈ എക്സ്പ്രഷൻ ഒന്ന് നോക്കിയേ, ഈ സൈഡിൽ v1 of s, ഈ സൈഡിൽ രണ്ടും v2 of s. ഇനി v1 of s by v2 of s കണ്ടുപിടിക്കാമല്ലോ. സോ ഹിയർ v1 of sനെ നമ്മൾ കോമൺ ആയിട്ട് v2 of sനെ നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുക്കുകയാണ്. അതിൽ എന്തൊക്കെ വരും നോക്കിയേ, ഇവിടെ 4ഉം 4ഉം ക്യാൻസൽ ആവും. ബാക്കി എന്താ ഉണ്ടാവുക, 3s² plus 1 divided by s into s is s². പ്ലസ് ഈ സൈഡിൽ എന്തേ ഉണ്ടാവുള്ളൂ, s² plus 1. സോ ദിസ് ഈസ് ഈക്വൽ ടു, ഇതിനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ. സോ ദാറ്റ് ഈസ് v2 of s into 3s² plus 1 plus s raised to 4 plus s² whole divided by s². So this is equal to v1 of s is equal to v2 of s. ഇത് മുഴുവൻ എന്താ ചെയ്തതെന്ന് മനസ്സിലായോ, 3s² plus 1 ഉണ്ട്, ഇവിടെ s² ഉണ്ട്. ഈ s² വെച്ച് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ s² into s² s raised to 4, s² into 1 s², അതങ്ങനെ തന്നെ എഴുതി. സോ ദിസ് ഈസ് ഈക്വൽ ടു v2 of s into എന്താ വരിക, s raised to 4 പ്ലസ് 4 ടൈംസ് s² അല്ലേ, 3s² ഒരു s² 4s² പ്ലസ് 1 ഡിവൈഡഡ് ബൈ s². സോ നമുക്ക് എന്ത് കിട്ടി, v2 of s v1 of s തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് എഴുതാം, ഡയറക്ട്ലി വി ക്യാൻ റൈറ്റ് v1 of s divided by v2 of s is equal to v1 of s divided by v2 of s is equal to s raised to 4 plus 4s² plus 1 divided by s². ഓക്കെ, അപ്പോൾ v1 by v2 നമ്മൾ കണ്ടുപിടിച്ചു. വോൾട്ടേജ് ഗെയിനിൻ്റെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി v1 of s ഡിവൈഡഡ് ബൈ I1 of s ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓൾറെഡി v1 of sൻ്റെ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് v2 of s ഇവിടെ ഉണ്ട്. ഇനി അതേപോലെ നമുക്ക് ഇപ്പുറത്ത് I1 of sൻ്റെ എക്സ്പ്രഷൻ കൂടെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൊല്യൂഷനായി.
ഇപ്പോൾ തൽക്കാലം v1 of s by v2 of s ന്റെ വാല്യൂ നമ്മൾ ഇവിടെ ഓർത്തിരിക്കുക, കാരണം അത് നമ്മുടെ ഒരു ആൻസർ ആണ് അല്ലേ. സോ v1 of s divided by v2 of s is equal to ഇത്ര വരുന്ന s raised to 4 plus 4s square plus 1 divided by s square. ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് v1 of s by i1 of s ആണ്. ഓക്കെ, i1 of s ന്റെ എക്സ്പ്രഷൻ നമുക്ക് ഇവിടെ മുമ്പ് കണ്ടുവച്ചിട്ടില്ലേന്ന്, i1 of s in terms of v2 of s ഇല്ലേ. ഇവിടെ v1 of s in terms of v2 of s ഉണ്ട്. അപ്പോൾ രണ്ടിൻ്റെ റേഷ്യോ എടുത്താൽ പോരെ. സോ we can write, so this is expression for v1 of s. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് v1 of s divided by i1 of s. v1 of s നെ ഇതേപോലെ എഴുതാം, അതായത് s raised to 4 plus 4s square plus 1 divided by s square times v2 of s. ഇതാണ് v1 of s divided by i1 of s. നോക്കിയേ, ഇതാ i1 of s is equal to 4s 6 ഇതല്ലേ ഈ സംഭവമല്ലേ, 3s square plus 1 by 4s, 3s square plus 1 divided by 4s into v2 of s. ഓക്കെ, ഇതിൽ v2 of s ക്യാൻസൽ ആയി പോകും. ബാക്കിയുള്ള സംഭവത്തിന് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ 4s into s raised to 4 plus 4s square plus 1 ന്യൂമറേറ്ററിൽ വരും. ഡിനോമിനേറ്ററിൽ എന്ത് വരും, s square into 3s square plus 1 ഡിനോമിനേറ്ററിൽ വരും. സോ ദിസ് ഈസ് ദ ഡ്രൈവിംഗ് പോയിന്റ് ഇംപെഡൻസ് ഫംഗ്ഷൻ. സോ v1 of s divided by i1 of s will be 4s into s raised to 4 plus 4s square plus 1 divided by s square into 3s square plus 1. So this is driving point impedance at input. ഓക്കെ, അപ്പോൾ ആക്ച്വലി നമ്മൾ ചെയ്തത് ഇതിൻ്റെ അകത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മെയിനായിട്ട് v1 by v2 കണ്ടുപിടിക്കണമായിരുന്നു. അപ്പോൾ v2നെ മെല്ലെ 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 നമ്മൾ ഇവിടെ v2ൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. ആ v2ൻ്റെ ടേംസിൽ vy എഴുതി, അങ്ങനെ v1ഉം v2ഉം വരുന്ന ഒരു റിലേഷൻ കണ്ടുപിടിച്ചു, v1 by v2 കണ്ടുപിടിച്ചു. ഓൾറെഡി i1 ഇൻ ടേംസ് ഓഫ് v2 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, കൂടാതെ v1 ഇൻ ടേംസ് ഓഫ് v2 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. സോ v1 ഡിവൈഡഡ് ബൈ i1 ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ v2 കട്ട് ചെയ്ത് പോയി ഫൈനൽ ഇക്വേഷൻ ഇങ്ങനെ കിട്ടി. സോ ഇത്രയാണ് നമ്മൾ മൊഡ്യൂൾ 4 എന്നുള്ള ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. അത് പുതിയ സെഷനിൽ അടുത്ത മൊഡ്യൂളിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.